തിങ്കളാഴ്ച ആരംഭിക്കുന്ന 13ാം കേരള നിയമസഭയുടെ 15ാം സമ്മേളനം പ്രക്ഷുബ്ധമാകുമെന്ന് സൂചന. മന്ത്രി കെ ബാബുവിനെതിരായ ബാർക്കോഴ ആരോപണം പ്രധാന ആയുധമാക്കിയാകും പ്രതിപക്ഷം നിയമസഭയിൽ സർക്കാരിനെതിരെ ആഞ്ഞടിക്കുക. അതേസമയം നിയമസഭയുടെ അന്തസ്സ് ഉയർത്തിപ്പിടിക്കുന്ന തരത്തിലുള്ള പെരുമാറ്റം അംഗങ്ങളിൽ നിന്ന് പ്രതീക്ഷിക്കുന്നതായി സ്പീക്കർ എൻ ശക്തൻ പറഞ്ഞു. തികച്ചും നിരായുധരായ ഭരണപക്ഷത്തെയാണ് തിങ്കളാഴ്ച ആരംഭിക്കുന്ന നിയമസഭാ സമ്മേളനത്തിൽ പ്രതിപക്ഷം നേരിടുക. ബാർക്കോഴ വിവാദത്തിൽ ആരോപണ വിധേയനായ എക്സൈസ് മന്ത്രി കെ ബാബുവിന് നേരെയായിരിക്കും പ്രതിപക്ഷ ആക്രമണങ്ങളുടെ കുന്തമുനയെന്ന് തീർച്ച. ബാബുവിന്റെ രാജി ആവശ്യപ്പെട്ട് ആദ്യ ദിവസം തന്നെ പ്രതിപക്ഷം അടിയന്തര പ്രമേയം കൊണ്ടുവന്നേക്കും. ഇതിനെല്ലാം പുറമെ തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പിലുണ്ടായ വ്യക്തമായ മേൽക്കൈ പ്രതിപക്ഷത്തിന്റെ ആത്മവിശ്വാസം ഉയർത്തും. ബാർക്കോഴ കേസിൽ പ്രതിപക്ഷം ഉന്നയിച്ച ആരോപണങ്ങൾ ശരിവച്ച ഹൈക്കോടതി നിരീക്ഷണങ്ങൾ അഴിമതിക്കെതിരായ പ്രതിപക്ഷ പോരാട്ടത്തിന് ലഭിച്ച ബോണസ് പോയിന്റായി പ്രതിപക്ഷം വ്യാഖ്യാനിക്കും. ചുരുക്കത്തിൽ യുദ്ധകളത്തിൽ ആയുധമില്ലാതെ പ്രതിപക്ഷത്തെ നേരിടേണ്ട സ്ഥിതിയിലാകും ഭരണപക്ഷം. ഈ അവസരം മുതലെടുത്ത സഭയെ പ്രക്ഷുബ്ധമാക്കാൻ തന്നെയാണ് പ്രതിപക്ഷ തീരുമാനം. അതേസമയം നിയമസഭയുടെ അന്തസ്സ് ഉയർത്തിപ്പിടിക്കുന്ന ഉന്നത നിലവാരം അംഗങ്ങളിൽ നിന്നുണ്ടാകുമെന്നാണ് പ്രതീക്ഷയെന്ന് സ്പീക്കർ എൻ ശക്തൻ പറഞ്ഞു. നിയമസഭയാണ് എന്ന് അംഗങ്ങൾക്ക് ഉത്തമ ബോധ്യത്തോടുകൂടി പെരുമാറുകയും ചെയ്യുക എന്നുള്ളതാണ് പോംവഴി. സാധാരണ സ്കൂളുകളിൽ കുട്ടികളെ ശിക്ഷിക്കുന്നത് പോലെ നിയമസഭയിൽ അത് പറ്റുമോ? 11 ദിവസം നീണ്ടു നിൽക്കുന്ന സമ്മേളനത്തിൽ 9 ദിവസവും നിയമനിർമ്മാണത്തിനായിരിക്കും വിനിയോഗിക്കുക. ഡിസംബർ 17-ന് സമ്മേളനം സമാപിക്കും. റിപ്പോർട്ടർ, തിരുവനന്തപുരം.